ആദ്യം തന്നെ നിങ്ങളോടൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് താമസിച്ചു. എനിക്കറിയാം അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് 12 മണിക്ക് ഒരു പരിപാടിക്ക് പോകണം, അതിനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങും. ഇതിനോടൊപ്പം റിജോ മാത്യു വർഗീസ്, അതോടൊപ്പം അരുൺ മോഹനാണ് ഉള്ളത്. ഇവര് ഒരുമ എന്ന മെൻസ് റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാനൊരു 10 മിനിറ്റ് താമസിച്ചതിന്റെ കാരണം രാവിലെ തന്നെ KR മീര മാഡത്തിനെതിരെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസുമായി സംസാരിക്കുകയായിരുന്നു. അവർ പരാതി കിട്ടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SHOയ്ക്കാണ് പരാതി നൽകിയത്. ഞാൻ വരുന്ന വഴി അവരോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരത്തിന്റെ ഒക്കെ കാരണമാണ് 10 മിനിറ്റ് താമസിച്ചത്. ശ്രീമതി KR മീരയുടെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അവരുടെ നിലപാടിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 352, 353, 196 IT ആക്ട് സെക്ഷൻ 67 അടക്കം ഇൻവോക്ക് ചെയ്ത് എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. ജൂറിസ്ഡിക്ഷൻ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് കൊടുത്തത്. കാര്യം ഇന്റർനെറ്റിലൂടെ ഒക്കെ ആണല്ലോ ഇത് പ്രധാനമായി വരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ സ്പീച്ചും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കും KR മീര മാഡം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതായത് വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോട് പറയുകയാണ് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും എന്ന്. അതായത് എനിക്ക് ഈ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകുന്ന ഇവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഷാരൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ സമപ്രായക്കാരിയായ ഗ്രീഷ്മയെ വിഷം കൊടുത്ത് കൊല്ലുക. ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരൻ തനിക്ക് വിഷം കൊടുത്ത് കൊന്നു എന്ന് അറിഞ്ഞ, അല്ലെങ്കിൽ വിഷം തന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവസാന നിമിഷം വരെ ഷാരനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. ഷാരന്റെ പേര് അവൾ മരണക്കിടക്കയിൽ വെച്ച് പോലും പറയാൻ തയ്യാറാകുന്നില്ല. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി 11 ദിവസത്തിന് ശേഷം മരിക്കുകയാണ്. ആ അവസരത്തിൽ രാഹുൽ ഈശ്വർ വന്ന് ഷാരനെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ല. അതേ മര്യാദ തിരിച്ച് അറസ്റ്റ് ഒന്നും ചെയ്യണ്ട, തെറ്റാന്ന് പറയാനുള്ള ഒരു മാന്യത ആൾക്കാർ കാണിക്കണ്ടേ? അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇരുന്ന് ഒരാൾക്ക് വിഷം കൊടുത്തു കൊല്ലുക. കോടതി വിധി, ബഷീർ സാറിന്റെ കോടതി വിധിയിൽ വ്യക്തമായിട്ടുണ്ട്. ശ്രീ ബഷീർ സാർ പറയുന്നത് 5ഓ 6ഓ തവണ മനഃപൂർവ്വം ഷാരനെ ഗ്രീഷ്മ അങ്ങോട്ട് വിളിച്ചു വരുത്തി ലൈംഗികതയിൽ ഏർപ്പെടാൻ താല്പര്യത്തോടു കൂടി സംസാരിച്ചു. എന്നിട്ട് വിഷം കൊടുത്തു കൊന്ന ഒരുത്തനെ അപമാനിക്കുകയും അവന്റെ കുറ്റമാണ് അവൻ മരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നത് കൊലപാതകത്തെ ന്യായീകരിക്കലല്ലേ? ഹെയ്റ്റ് സ്പീച്ച് അല്ലേ? വിദ്വേഷ പ്രസംഗമല്ലേ? ജസ്റ്റിസ് കമാൽ പാഷ സാർ, നമ്മളെല്ലാം ആദരിക്കുന്ന ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായ ജഡ്ജിയാണ്. അദ്ദേഹവും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും, അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ വീണ്ടും വീണ്ടും കേട്ടു. അത് ആരെങ്കിലും ഇനി എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്തതാണോ എന്നറിയാം. ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു ചാനൽ ചർച്ചക്കാരെ വിളിച്ചു ചോദിച്ചു. ഒരു പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സാറ് പറഞ്ഞത്. ഗത്യന്തരമില്ലാതെ അവസാനമോളെ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. അതേ പ്രയോഗം ശ്രീമതി KR മീര, നമ്മളെല്ലാം ആദരിക്കുന്ന വലിയ നോവലിസ്റ്റാണ്. അവരുടെ ഭാഷാപരമായ പാണ്ഡിത്യമോ അല്ലെങ്കിൽ നോവലിലെ മഹത്വമോ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശ്രീമതി KR മീര ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ, ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ വീഡിയോ കാണിക്കാം. വളരെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ്, ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുമോ? ഒരാൾ മരിച്ച അവസ്ഥയല്ലേ പറയുന്നത്? വിഷം കൊടുത്തു കൊന്ന കാര്യമല്ലേ പറയുന്നത്? അതും പ്ലാൻഡായി പല തവണ പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ഇവൾ വിഷം കൊടുത്തു കൊന്നതിന് തൂക്കുകയർ നൽകിയ അവസരത്തിൽ ആ തൂക്കുകയർ നൽകപ്പെട്ട വ്യക്തിയെ ന്യായീകരിക്കുകയും ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും ചെയ്യുന്നത് ഒരു പുരുഷ വിരുദ്ധ മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റിനെതിരെയാണ് മെൻസ് കമ്മീഷൻ അടക്കമുള്ളവർ വരുന്നത്. ഇവിടെ ഒരുമാ സംഘടനയുടെ ആൾക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത്, ഞാൻ അവരെ വിളിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തത്, നമുക്കിത് കേരളം മുഴുവൻ ക്യാമ്പയിൻ ആയി തന്നെ ചെയ്യണം ഒരു പുരുഷ കമ്മീഷൻ. അതുകൊണ്ട് ഈ പുരുഷ കമ്മീഷന്റെ ഒരു കരട്, ഇതിന്റെ വലിയ രൂപം അത് തൽക്കാലം ഇപ്പം വെളിയിൽ വിടാൻ അവസ്ഥയില്ലാത്തത് സ്പീക്കർക്ക് കൈമാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എൽദോസ് MLA വളരെ മനോഹരമായി തന്നെ ഒരു ഡ്രാഫ്റ്റ് ആക്കി കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീ ഷംസീറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്പീക്കർ കൊടുത്ത ലെറ്ററും നിങ്ങൾക്ക് തന്ന ഇതിൽ വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്, അവരുടെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ് പൂർണ്ണമായും തരാൻ കഴിയാത്തത്. പക്ഷെ അതിലെ പ്രധാന ഭാഗങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷ കമ്മീഷൻ, യുവജന കമ്മീഷൻ മാതൃകയിൽ, വനിതാ കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ. ആ പുരുഷ കമ്മീഷന്റെ ആവശ്യകതയാണ് ഓരോ ദിവസവും വരുന്നത്. ഞാൻ ഇവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഷാരന് പ്രായം 23 അല്ലെങ്കിൽ 24. ഷാരന് ഒരു യുവാവല്ലേ? ആ ഷാരനെ അങ്ങനെ കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് യുവജന കമ്മീഷൻ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ? അല്ലെങ്കിൽ
വനിതാ കമ്മീഷനിലെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു വനിത പറയുന്നത് ശരിയല്ല, ഒരാളെ കൊന്നതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് കേട്ടു. നേരെ തിരിച്ച് യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. വനിതാ കമ്മീഷന്റെ സതീദേവി മാഡം, യുവജന കമ്മീഷനിലെ എം ഷാജറും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ്? ഞാൻ വളരെ ബഹുമാന പുരസരം ഒരു വാക്ക് പോലും തെറ്റാതെ അല്ലെങ്കിൽ കുമാരി ഹണി റോസിനെ ടി വിയിലിരുന്ന് വിമർശിച്ചത്. ഹണി റോസിനെ ടി വിയിലിരുന്ന് വിമർശിക്കാൻ എനിക്ക് പാടില്ല, പക്ഷേ കൊലപാതകത്തെ ന്യായീകരിക്കാൻ മീര മാഡത്തിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യം. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേരോട്, ശ്രീ റിജോയ്, ശ്രീ അരുണോട് ഇത് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എണീച്ചു അതിന്റെ ഒരു ഡ്രാഫ്റ്റ് സാധനമാണ്. ഇത് നമ്മുടെ പുരുഷ കമ്മീഷൻ ബിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നതും നിയമസഭയിൽ എത്തുന്നതും. സ്പീക്കറുടെ അനുമതി ഈ 7-ാം തീയതി ബജറ്റ് സമ്മേളനം വരുന്നുണ്ട്. അവിടെ ആ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുമതി കിട്ടും. ആ അനുമതി കിട്ടും. നിയമവകുപ്പിന് ഓൾറെഡി MLA എൽദോസ് ഇത് അയച്ചിട്ടുണ്ട്. നിയമവകുപ്പ് അതിന്റെ പെർമിഷൻ കൊടുക്കുകയും അതിനുശേഷം അതൊരു ഡ്രാഫ്റ്റ് ലോ ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഡ്രാഫ്റ്റ് ലോയുടെ ഭാഗമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതാണ് മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ച് ഞാൻ ഇവരിലേക്കും കൂടെ കടക്കാം. ലോക മാധ്യമങ്ങളിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന BBC പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ, ഗവേഷണ ആർട്ടിക്കിളിൽ ചൂണ്ടിക്കാട്ടുന്നത് 53.2% കേസുകളും, ഇന്ത്യയിലെ കേസുകളാണ് പറയുന്നത്, ലോകത്തിലെ കേസുകളല്ല, 53.2% കേസുകളും വ്യാജ പരാതികളാണെന്നാണ്. നമ്മൾ ആരും പറയുന്നതല്ല, ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നതല്ല. BBC പോലെ പരസ്യം മേടിക്കാത്ത ഗവൺമെന്റ് ഫണ്ടഡ് ആയ ഒരു മീഡിയ സൂചിപ്പിക്കുന്നത് 53.2 കേസസ് ഇന്ത്യയിൽ വരുന്നത് വ്യാജ പരാതികളാണെന്നാണ്. ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ പുരുഷന്മാർക്കും എവിടെങ്കിലും പോകാൻ ഒരു കാര്യം വേണം. പുരുഷന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ അഭയം വേണം. അവിടെയാണ് പുരുഷ കമ്മീഷൻ. ഒരു വരി കൂടെ പറഞ്ഞ് ഇവരിലേക്ക് കടക്കാം. ഇനിയും നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്, അത് ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾ ആരും സ്ത്രീവിരുദ്ധരോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിനെ എതിർക്കുന്നവരോ അല്ല. നിയമങ്ങൾ സ്ത്രീപക്ഷമാകണം, പക്ഷേ പുരുഷ വിരോധമാകരുത്, അത്രമാത്രം. നിയമങ്ങൾക്ക് തീർച്ചയായും സ്ത്രീപക്ഷം വേണം. കാര്യം അതിന് നൂറ്റാണ്ടുകളുടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സ്ത്രീകൾ നേടിയെടുത്ത അവകാശങ്ങളുണ്ട്, സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയുണ്ട്, സമൂഹത്തിൽ പലപ്പോഴും താഴ്ത്തപ്പെട്ട നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളുണ്ട്. അതില്ലെന്ന് ആരും പറയുന്നില്ല. ഈ ബില്ല് തുടങ്ങുന്ന ആദ്യ വരി അതുകൂടെ വായിച്ച് ഞാൻ തുടങ്ങുന്നത്. ഡ്രാഫ്റ്റ് ചെയ്ത ആദ്യ വരികളിലൊന്നും ഇതാ: സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വനിതാ കമ്മീഷൻ മോഡലിൽ, യുവജന കമ്മീഷൻ മോഡലിൽ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടത്. സ്ത്രീകൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു അവകാശമോ നിയമപരമായ പരിഗണനയോ 100% അംഗീകരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണം എന്ന് പറയാനുള്ള ഒരു ഇടമാണ് പുരുഷ കമ്മീഷൻ. അതൊരു ബില്ലായിട്ട് നമ്മുടെ നിയമസഭയിൽ വരുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ യുവജന കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ RV രാജേഷ് ചെയർമാനായിരുന്നപ്പോൾ ഞാൻ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ കോർഡിനേറ്ററായിരുന്നു, സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിച്ച മാണിസാർ എന്ന കാലത്തായിരുന്നു. ഞങ്ങൾക്ക് 1 കോടി രൂപയോളം ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നു. യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, വനിതാ കമ്മീഷനെ പോലെ. ഇതേപോലെ ഒരു മെൻസ് കമ്മീഷൻ വരികയും ആ മെൻസ് കമ്മീഷന്റെ ഭാഗമായി ഈ ആണുങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ഉണ്ടാകുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വ്യാജ പരാതികളിൽ മറ്റും പെട്ടുപോകും. എന്റെ ഒരു ദുരനുഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരിലേക്കും കൂടെ കൈമാറും. അതായത് കുമാരി ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പോലീസിനോട് പരാതി കൊടുത്തു, രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിക്കുന്നു. പോലീസുകാര് കോടതിയിൽ പറഞ്ഞു നമുക്ക് തൽക്കാലം കേസ് എടുക്കാൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വകുപ്പില്ല. എല്ലാ മാധ്യമങ്ങളിലും അത് തോന്നുന്നു, അത് വിമർശനം മാത്രമാണ്, വകുപ്പില്ല. ഹണി റോസ് വീണ്ടും ചെന്ന് അതേ പരാതി കൊടുത്തു. എനിക്കെതിരെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻസ് അടക്കം വകുപ്പിട്ട് പോലീസ് കേസെടുത്തു. അതായത് ഈ 3 ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് എന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു FIR ഇടുന്നില്ല, FIR ഇട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു 2 ആഴ്ച ഇദ്ദേഹത്തിന് സമയം കൊടുത്തു മാത്രമേ ചെയ്യാവൂ. പോലീസുകാരെ മാധ്യമങ്ങളോടടക്കം പറഞ്ഞു അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അത് വിമർശനമായിട്ട് എടുക്കുകയാണ്, അതുകൊണ്ട് കേസ് എടുക്കാൻ വകുപ്പില്ല. അതേ പരാതി വീണ്ടും ചെന്ന് കൊടുത്തപ്പോ, അതേ പരാതി ഇതിന് അടുത്ത ദിവസം ചെന്ന് കൊടുത്തപ്പോ എനിക്കെതിരെ 2 വകുപ്പുകൾ ഇട്ട്, അതും ഭാരതീയ ന്യായ സംഹിത 79-ഉം IT Act 67-ഉം ഒക്കെ വെച്ച്. IT Act 67 ഒക്കെ ഇടുന്നത് എന്തൊരു അബദ്ധമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ കയറി പറഞ്ഞ കാര്യങ്ങളൊക്കെ IT Act 67ന്റെ പരിധിയിൽ എങ്ങനെ വരും? ഈ 79 ഈവ് ടീസിങ്, അതായത് പൂവാല ശല്യം അടക്കമുള്ള വകുപ്പുകളാണ് ഈ 79ന്റെ പരിധിയിൽ വരുന്നത്. ഇതൊക്കെ എങ്ങനെ ആപ്ലിക്കബിൾ ആകും? പക്ഷെ അത് ചോദിക്കാൻ ആരുമില്ല.
കാര്യം എനിക്കറിയാം പോലീസുകാർ മനസ്സിൽ ചിന്തിച്ചിരിക്കുക, അവിടുത്തെ അനീഷ് സാർ എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർ നല്ലവരായിരിക്കും. പോലീസുകാർ പരസ്പരം പറയുന്നത്, ഡേ നമ്മൾ എന്തിന് തൊല്ലെടുത്ത് വെക്കുന്നത്, ഹണി റോസ് വീണ്ടും ഒന്ന് പരാതി നൽകിയിട്ടുണ്ട്, നമ്മൾ പരാതി ഇല്ലെങ്കിൽ അവള് കോടതിയിൽ പോയി നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയും, അതുകൊണ്ട് നമുക്കൊരു പരാതി ഇട്ട് കൊടുക്കുക, രാഹുൽ ഈശ്വർ വേണമെങ്കിൽ കോടതിയിൽ പോയി മെനക്കെടുത്തേ എന്നാണ്. ഇതാണ് എക്സാക്ട്ലി സംഭവിക്കുന്നത്. വളരെ ഈസിയാണ്. ആ വളരെ ഈസി ആയിട്ട് ആളെ കൊടുക്കാൻ കഴിയുന്ന രീതി ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ ഒരു പാർട്ടി ഒരു ഇതുമല്ല, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശ്രീ മുകേഷിനെതിരെ പരാതി കൊടുത്തു, ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന്. എന്താ ഡിജിറ്റൽ തെളിവുകൾ? ഈ പെൺകുട്ടി മുകേഷിന് അങ്ങോട്ട് ഉമ്മയും സ്മൈലിയും 20,000 രൂപ, 40,000 രൂപ, 1,00,000 രൂപ ചോദിച്ച കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ഉണ്ട്. പക്ഷെ പോലീസുകാർ റിസ്ക് എടുക്കില്ല. ആണുങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ, നമ്മൾ എത്ര വേണമെങ്കിലും അഡ്വക്കേറ്റിന് കാശുകൾ കൊടുത്തോട്ടെ, എത്ര സമയം വേണമെങ്കിലും അതിനു വേണ്ടി ചിലവാക്കിക്കോട്ടെ. അതുകൊണ്ട് സോ കോൾഡ് സ്ത്രീപക്ഷമാണ് തെളിയിക്കാൻ ഈസി ആയിട്ട് പോലീസുകാരും നമ്മുടെ സംവിധാനങ്ങളും അവരോടൊപ്പം നിൽക്കുക. ഒരു ഭരണകക്ഷി MLA ആയ ശ്രീ മുകേഷിന് നീതി കിട്ടിയില്ലെങ്കിൽ, പ്രതിപക്ഷത്തെ ശക്തനായ MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ, നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നും? അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആയ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മുകേഷിന് നീതി കിട്ടിയില്ല. എല്ലാവർക്കും ശ്രീ മുകേഷിന്റെ കേസ് അറിയാം. ഈ സ്ത്രീ പലവട്ടം മുകേഷിനെ അങ്ങോട്ട് വിളിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കാശും മറ്റും ചോദിക്കുകയാണ്. വളരെ എവിഡന്റ് ആണ്. ശ്രീ മുകേഷ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തതിലും ഈ വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം. പക്ഷെ പോലീസ് എടുക്കുന്ന സമീപനം എന്താ? എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പോലീസ് എടുത്ത സമീപനത്തിൽ ഹൈക്കോടതി പറഞ്ഞത്, രാഹുൽ ഈശ്വർ അല്ല, കൗസർ എടപ്പകം എന്ന ജഡ്ജി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 49 കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ വ്യാജ പരാതി നൽകിയ പെൺകുട്ടി. ഇത് സിനിമാ കഥയാണ് നിങ്ങൾ വന്ന് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. എക്സാക്ട്ലി എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാ കഥ നിങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വന്ന് പറയുകയാണ്. എന്നിട്ട് കോടതി പറയുന്നു, റേപ്പിനോളം വേദനാജനകമാണ് വ്യാജ റേപ്പ് കേസുകളും. എന്തുകൊണ്ടാ പോലീസ് ചെയ്യുന്നത്? പോലീസ് റിസ്ക് എടുക്കൂല. കാര്യം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിജീവിതയായി. ആ അതിജീവിത പറയുന്നത് അതേപോലെ കേൾക്കണം. ഈ വ്യാജ പരാതി കൊടുക്കുന്നവരെ അതിജീവിതയാക്കുന്നത് അതിജീവിതയോടുള്ള അപമാനമല്ലേ, അല്ലെങ്കിൽ അതിജീവിതമാരെ അപമാനിക്കുന്നത് പോലെയല്ലേ? ഇതിലെ പ്രശ്നം, ഇതിൽ ആർക്കെങ്കിലും ഫലപ്രദമായി ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മീഡിയക്കാർക്കാണ്. കാര്യം പലപ്പോഴും മീഡിയക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനും മീഡിയക്കാരുടെ കൈയ്യിൽ കിട്ടാനും ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നതല്ല. നമ്മുടെ ജോർജിയയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള പോലീസ് ഹൈക്കോടതിയെ സബ്മിറ്റ് ചെയ്തു. അതായത് ജാമ്യം എടുക്കാൻ കോടതിയുടെ അനുമതിയോടുകൂടി മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ വരുന്ന വ്യക്തിയെ, കോടതിയിലേക്ക് പോകുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള പോലീസുകാർ ഹൈക്കോടതിയിൽ കൊണ്ട് പെറ്റീഷൻ കൊടുത്തു. അപ്പൊ ഹൈക്കോടതി പോലീസുകാരോട് പറഞ്ഞു, മീഡിയക്കാരെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത്, അത് വേണ്ട. അതായത് എക്സാക്ട്ലി സംഭവിക്കുന്നതാണ്. പോലീസുകാർ ഇയാൾ വരുന്നത് കോടതിയിൽ മുൻകൂട്ടി അറിയിച്ച് ആപ്ലിക്കേഷനും ടൈമും ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം. കാര്യം എന്താ? എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗുമ്മുണ്ട്, അപ്പോൾ ഒരു കയ്യടിയുണ്ട്, മീഡിയക്കാർ പ്രോത്സാഹിപ്പിക്കും. യഥാർത്ഥത്തിൽ എന്തെങ്കിലും എഫക്റ്റീവ്ലി ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുന്നത് മീഡിയയ്ക്കും നിയമസഭയ്ക്കും ഒക്കെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ബാലൻസിങ് സ്പേസ് കൂടി തരണം. പുരുഷന്മാർക്ക് വേണ്ടി പോരാടുന്ന ഇവരുടെ കൂടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. പറയാം. കേരളത്തിൽ ഇപ്പം നമുക്ക് ഏറ്റവും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് നിയമത്തിന്റെ തുല്യത പുരുഷന്മാർക്കും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം കേരള നിയമസഭയുടെ മേശപ്പുറത്തേക്ക് വരികയാണ്. അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന രാഹുൽ ഈശ്വർ സാറിന് ഞങ്ങളുടെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ ഇത് ഈ രാജ്യമൊട്ടാകെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടുംബ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ വരുന്ന മഹാഭൂരിപക്ഷം പേരും യാതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളായിരിക്കില്ല. സാധാരണക്കാരായ കുടുംബാംഗങ്ങൾ ഈ കുടുംബ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ഒരു കേസായിട്ട് 498 എന്നൊരു കേസ് മാറുന്നുണ്ട്. കാരണം ഈ 498 സ്ത്രീകൾക്ക് സംരക്ഷണാർത്ഥമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഈ പരാതി കൊടുക്കുമ്പോൾ ഈ പുരുഷന്റെ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും എല്ലാം പേരിൽ കൊടുത്തുകൊണ്ട് ആ സ്ത്രീകളെ, എന്നോടൊരു അമ്മ പറഞ്ഞതാണ്, അവരെ പോലീസ് സ്റ്റേഷനിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന എന്നെ പോലീസ് ഭിത്തിയെ ചാരി നിർത്തി ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ അവർക്ക് വലിയ ഫീലിംഗ് ആണ്. കാരണം ഇവരാദ്യമായിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർക്ക് ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. 2015 ഈ കേരളത്തിൽ രേഖപ്പെടുത്തിയ 498 കേസുകളിൽ SCRBയിൽ വിവരാവകാശം വെച്ചപ്പോൾ കിട്ടിയ മറുപടി 89% കേസുകളും വ്യാജമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വെറും 11% സത്യത്തിന് വേണ്ടിയാണ് ഈ ജുഡീഷ്യൽ സംവിധാനങ്ങളെയും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും ഈ വ്യാജ കേസുകൾ കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നത്. അതുപോലെ തന്നെ മെൻസ് അസോസിയേഷൻ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ, ഞങ്ങളുടെ സംഘടനയിൽ പോലും സ്ത്രീകളുണ്ട് നിരവധി മേഖലകളിൽ.
കാരണം ഇതൊരു സ്ത്രീ വിരുദ്ധമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. സമൂഹത്തിന്റെ തുല്യത തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ ആ തുല്യത ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. കോടതി നടപടിക്രമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് ചെന്ന് കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ കസ്റ്റഡി അച്ഛന് അനുവദിക്കില്ല. ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് അതിന്റെ കാര്യം? 18 വയസ്സിൽ താഴെയുള്ള എല്ലാ പിള്ളേരും, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും കൊള്ളരുതാത്തവരാണെന്ന് പറയാതെ പറയുന്ന ഒരു നിയമവ്യവസ്ഥ കേട്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുട്ടികളെ കാണണമെന്ന നിരവധി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ ഞങ്ങളുടെ ഈ സംഘടനയിലുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയേണ്ടി വരും. കുട്ടികളെ കാണാൻ വേണ്ടി ചെന്ന് അത് കാണിക്കാതെ വന്നപ്പോൾ ബൈജു രാജു എന്ന് പറയുന്ന ന്യൂസിലൻഡിലെ ഒരു പ്രവാസി ആത്മഹത്യ ചെയ്ത സംഭവം. അതുപോലെ തന്നെ അമ്മമാരുടെ വേദന, നിരവധി അമ്മമാരുടെ വേദന ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നുണ്ട്. ഷാരോൺ രാജ് മരിച്ച 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. 23 വയസ്സ് വരെ മകനെ വളർത്തിയ ഒരു അമ്മയുടെ വേദന ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കാൻ ഈ പുരുഷാവകാശ സംഘടനകൾ തയ്യാറായി. അതുപോലെ തന്നെ ക്രിമിനലുകളായ സ്ത്രീകളെ, അവരെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. നമ്മുടെ കാഴ്ചയുള്ള ഒരു ഉദാഹരണം ഉണ്ടല്ലോ, ഈ മാതൃത്വത്തിന്റെ എല്ലാ അന്തസ്സും ലംഘിച്ചുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ പാറയിലേക്ക് എറിഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ സ്വന്തം മകന്റെ മുന്നിലിട്ടാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായ ഒരു യുവാവിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായി. ഇതുപോലെ തന്നെ എത്ര സംഭവവികാസങ്ങൾ നമ്മുടെ മുന്നിൽ ഉദാഹരണം പറയുന്നു. ഇവിടെയുള്ള നല്ല കുടുംബജീവൻ നയിക്കുന്ന, സാധാരണ രീതിയിൽ കുടുംബജീവൻ നയിക്കുന്ന, അല്ലെങ്കിൽ ഉന്നത കുടുംബജീവൻ നയിക്കുന്ന, നല്ല രീതിയിൽ മികച്ച രീതിയിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഇങ്ങനെയുള്ള ചിലർ അപമാനമായി മാറുകയാണ്. അത് ഇപ്പോൾ വനിതാ കമ്മീഷനിലൊക്കെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ചില സ്ത്രീകൾ 4-5 യുവാക്കൾക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുക എന്ന് മാത്രമല്ല, പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഒരു വേദി അത് ഞങ്ങൾക്ക് കിട്ടിയേ മതിയാകും എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സഭയുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ എല്ലാ നിയമസഭാ സാമാജികരെയും കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ പാലിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ വെറുതെ, അതായത് ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, ഞാൻ 2-3 പ്രാവശ്യം വീണ്ടും ഇട്ടിട്ട് കേട്ടതാ. നിങ്ങൾ ഓരോരുത്തരും അവരുടെ, അതായത് വാക്കുകൾ മാത്രമല്ല, സ്വരത്തിലെ പുച്ഛം, അവരുടെ ചിരി, ഇത് എന്താ പറയണേ, ഇത് അവിടെ അപ്പുറത്ത് പോട്ടെ, പുരുഷന്മാരെ പോട്ടെ, ഒരു അമ്മ അപ്പുറത്തിരിക്കുകയല്ലേ, ഷാരോന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഈ നാട്ടിലില്ലേ. അതായത് എന്നിട്ട് പറയുന്ന ഡയലോഗുകളാണ്. അത് ഇനി ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ട് കേട്ട് കാണും. ഞാനത് ഇന്ന് പോലീസിന് അയക്കാൻ വേണ്ടിയുള്ള കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ എടുത്തതാണ്. അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല. സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും, ചില സമയത്ത് ചില കഷായങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഈ സൈഡിൽ ഒരു മണ്ടൻ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇവരാരാന്നറിയില്ല, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതായത് ഈ സൈഡില് കാര്യമായിട്ട് നിന്ന് ചിരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? അവര് കലക്കി കൊടുക്കുന്ന വേദന അറിയും. ഒരുത്തൻ 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ, നമുക്ക് ഈ ദാഹം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനം, ഈ ദാഹവും വിശപ്പും ഒക്കെ. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ഒരുത്തൻ മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ചില സമയത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവസാനം പറയുന്ന വാക്കുകൾ എന്താ അറിയാമോ? അത് അങ്ങനെ പെൺകുട്ടി അങ്ങനെ കുറ്റവാളിയായി പോകുന്നതാണ്, അവൾക്ക് വേറെ ഗത്യന്തരമില്ലാതെ അവൾ മരണം അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതാണ്. ആ കൊലപാതകം ചെയ്തതിനെയാണ് ന്യായീകരിക്കുന്നത്. എന്നിട്ട് എനിക്കെതിരെ ഹണി റോസ് കൊടുത്ത ഈ കേസിന്റെ കാര്യം എന്താ അറിയോ? പ്രതിയോടൊപ്പം ചേർന്ന് ഹണി റോസിനെ അധിക്ഷേപിച്ചു. ഞാനാണ് എല്ലാ ചാനലുകളിലും വന്ന് ബോച്ചെ ചെയ്തത് തെറ്റാണ്, ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണം എന്ന് പറയുകയും, എന്നാൽ ബോച്ചെ ഈ 3 വർഷമൊന്നും പിടിച്ചിട്ട കാര്യമില്ലെന്ന് പറയും. ബോബി ചെമ്മണ്ണൂർ സ്ഥിതി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ചാരിറ്റി ചെയ്ത വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാൻ ഒരു മടിയും തോന്നിയില്ല. പുള്ളി പറഞ്ഞ തെറ്റാണ്, ക്ഷമ പറയണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ എന്നെ പ്രതിയോടൊപ്പം ചേർന്ന് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ 2 വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക. എനിക്ക് മീരാഭാരതത്തിനെതിരെ കേസെടുക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പോലീസിനോട് സംസാരിച്ച എല്ലാം വീഡിയോയിൽ പകർത്തി യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട്. കാര്യം അറ്റ്ലീസ്റ്റ് നാട്ടുകാരെങ്കിലും അറിയട്ടെ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പോലീസുകാർ എന്ത് ചെയ്യുന്നറിയാം, പഠിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരം നിൽക്കും. ഇത് പറ്റുന്നത് കഴിഞ്ഞ ആഴ്ച കോടതി എന്നോട് ചോദിച്ചു. ഈസിയായിട്ട് പോലീസുകാർക്ക് പറയാം, കുറെ കൂടെ ശക്തമായിട്ട് സാർ ഇതിനെ കേസെടുക്കാൻ പറ്റില്ല. പോലീസ് എന്താ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് അന്വേഷിക്കാനാണ്? ചാനൽ ചർച്ചകളിൽ ലൈവ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ്? അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാര്യം മാത്രം, നമ്മൾ പറയുന്നത് ഒരു ബാലൻസ് വേണം. അതായത് സ്ത്രീപക്ഷം തന്നെ ആകണം നിയമങ്ങൾ, പക്ഷെ പുരുഷ വിരോധമാകണം. സ്ത്രീകൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളുണ്ട്, നേരത്തെ പറഞ്ഞ വാക്കുകളും കൂടെ കടമെടുത്ത് പറയുകയാണ്. ലീഗൽ ടെററിസം ആണ് 498A എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. നിയമപരമായ തീവ്രവാദമാണ് ഇത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ഞങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങൾ കൊടുത്തത് അവർക്ക് പരിചകളായിട്ടാണ്, പക്ഷെ ചിലരെങ്കിലും അത് ഉപയോഗിക്കുന്നത് വാളായിട്ടാണ്.
ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൽ മാധ്യമങ്ങൾ, പൊതുസമൂഹം ഒരു ബാലൻസിന് വേണ്ടി, ആ ബാലൻസ് എന്താണ്? പുരുഷന്മാർക്കും പോയി പറയാനൊരു സ്ഥലം, പുരുഷന്മാർക്കും പോയി പറയാനൊരു ഇടം. ഇത് ഇനി എന്റെ വ്യക്തിപരമായ ജീവിതം, ഞാനും ഇത് ആശയത്തിൽ നിന്ന് ചിന്തിച്ചൊന്നുമല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയതാണ്. എന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ജനുവരി 11. അന്നാണ് മാധ്യമങ്ങൾ രാവിലെ ഹണി റോസിന്റെ പരാതിയിൽ എനിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി. കാര്യം എന്തുകൊണ്ടാ? എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു, അവന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി എനിക്കിത് കൃത്യമായിട്ട് അറിയാം, വിമർശനമൊന്നും വരില്ല. TV ചാനലിൽ വാർത്ത ചർച്ച വരുന്നതും ലൈംഗികാധിക്ഷേപത്തിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എന്ന്. എന്ത് ലൈംഗിക അധിക്ഷേപം? ഒന്നുമില്ല. പക്ഷേ എന്ന് പറഞ്ഞാലല്ലേ ഒരു ഗുമ്മുള്ളൂ. ഈ പറയുന്നതിന്റെ ഗും വരണമെങ്കിൽ അങ്ങനെ വന്നാലല്ലേ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ ആർജവത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരോധിയായി മുദ്ര കുത്തപ്പെടും, പെട്ടെന്ന് പുരോഗമനവാദി അല്ലാതാകും, പെട്ടെന്ന് പിന്തിരിപ്പനാകും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീ വിജയബാബുവിന്റെ കേസിലടക്കം അദ്ദേഹം ഒരു പെൺകുട്ടിയും കൂടെ ഹോട്ടലിൽ പോയതിന്റെ CCTV വിഷ്വൽസ് ഉണ്ട് എന്ന് പോലീസുകാർ തെളിവായിട്ട് കണ്ടെത്തി. പോലീസുകാർ തെളിവായി കൊടുത്താണ്. ഞാൻ പറഞ്ഞു, സാറേ വളരെ ഈസി അല്ലേ, ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന CCTV വിഷ്വൽസ് നോക്കിയാൽ പോലെ, അങ്ങോട്ട് കയറുന്നത് മാത്രമല്ലല്ലോ CCTV. അതായത് CCTV വിഷ്വൽസിൽ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അവർ ഹോട്ടലിലേക്ക് കയറിപ്പോയി, സംഭവിച്ചു. അത് തിരിച്ചറിഞ്ഞു വരുമ്പോ ഈ പെൺകുട്ടി സന്തോഷത്തോടെ നോർമലായി ഹാപ്പിയായി രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്തല്ലേ മുറി കയറുന്നത്. പിന്നീട് എങ്ങനെയാ അത് റേപ്പ് ആവുന്നത്? രണ്ടുപേര് കൺസെന്റോടുകൂടി ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഗിൽറ്റ് തോന്നുകയാണ്, ദേഷ്യം തോന്നുകയാണ്, പരസ്പരം അടികൂടുകയാണെങ്കിൽ 1 മാസത്തിന് മുമ്പ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഇതാണ് പലരും കിടക്കുന്നൊരു വകുപ്പ്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടതേ, പത്രക്കാരൊരു ദിവസം അത് പറഞ്ഞിട്ട് പോകും, പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതമാണ് പലപ്പോഴും അത് ബാധിക്കുന്നത്. അവർക്ക് ജോലി കിട്ടില്ല, അവരുടെ ജീവിതം പോയി, അവരുടെ കരിയർ പോയി, അവരുടെ വീട്ടുകാർക്ക് അഭിമാനം ഇല്ലാതായി. ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അങ്ങ് പറഞ്ഞ പോലെ രണ്ടും ന്യായീകരിക്കരുത്. 100%. എങ്ങനെയാ ന്യായീകരിക്കാൻ പറ്റുക? ഒരാളെ കൊല്ലുന്നതിനെ എങ്ങനെയാ ന്യായീകരിക്കാൻ പറ്റുക? പക്ഷേ അങ്ങനെ ന്യായീകരിച്ചല്ലേ മീര മാഡം പറഞ്ഞത്. നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഇത് ന്യായീകരണമല്ലേ? കൊലപാതകത്തെ ന്യായീകരണമല്ലേ? കമാൽ പാഷ് പറഞ്ഞതിന് 1 ഡിഗ്രി കൂടുതലാണ്. ഞങ്ങൾ കമാൽ പാഷ് സാറിനെതിരെ പ്രതിഷേധമൊക്കെ സെക്രട്ടറിയേറ്റ് ഫണ്ടിൽ നിർത്തി. കമാൽ പാഷ് പറഞ്ഞതിന് 1 ഗ്രേഡ് അപ്പുറമല്ലേ പറയുന്നത്? ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു സ്ത്രീയെ കൊന്നതിന് ശേഷം പുരുഷൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരുടെ സമീപനം എന്താവും? നമുക്ക് പരിചയമുള്ള ഒരാളാണ് ഷാരൻ വിചാരിക്കുക, നമ്മളാണ് ഷാരൻ വിചാരിക്കുക, നമ്മുടെ സഹോദരനാണ് ഷാരൻ വിചാരിക്കുക. ആ പാവം ഈ 11 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ കുറ്റം പറഞ്ഞില്ല, അവളെ വാവേന്നാണ് വിളിച്ചത്. ഞാൻ പറയുന്നതല്ല, കോടതി വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ മനുഷ്യനെയാണ്, ആ വ്യക്തിയെയാണ് അവന്റെ വീട്ടുകാരൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇത് പറയുന്നത്, ഇത് ഇനി ഒരു കാര്യം കൊണ്ട് ഒരു ചോദ്യമായിട്ട്, ഇത് തെറ്റാണെന്ന് പ്രമുഖരായ ഏതെങ്കിലും സാംസ്കാരിക നായകർ പറയുന്നത് കേട്ടോ? ഏതെങ്കിലും വനിതാ പ്രവർത്തകരോ ഫെമിനിസ്റ്റുകളോ പറയുന്നത് കേട്ടോ? അതെന്താ അങ്ങനെ? ആണിനെ കൊന്ന പ്രശ്നമില്ലേ? ഇത് നേരെ തിരിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് രാഹുൽ ഈശ്വർ ഇരിക്കട്ടെ, വേറെ ആരും പറയണ്ട, മെയിൽ ഷോവനിസ്റ്റ്. ഞാൻ ഒരിക്കലും മെയിൽ ഷോവനിസ്റ്റ് അല്ല. മെയിൽ ഷോവനിസ്റ്റ് എന്നും സ്ത്രീ വിരോധിയുമായ രാഹുൽ ഈശ്വറാണ് ഇത് പറഞ്ഞെങ്കിൽ എത്രമാത്രം പ്രതിഷേധം ഉണ്ടാവുക. എന്നെക്കാട്ടിയൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന KR മീര മാഡവും ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ് സാറും പറയുമ്പോൾ ഒന്ന് വെറുതെ പറയാനെങ്കിലും ഇത് തെറ്റാണേ എന്ന് പറയാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനോ മാധ്യമ നേതൃത്വത്തിനോ സാംസ്കാരിക നേതൃത്വത്തിനോ കഴിയാത്തത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ആ മൈൻഡ് സെറ്റിൽ പുരുഷൻ എന്നും വേട്ടക്കാരനാണ്. ഇതിലെങ്കിലും ഗ്രീഷ്മയല്ലേ വേട്ടക്കാരി? ഇതിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമല്ലേ? പക്ഷെ ആൾക്കാർ ഇന്നിഫെക്റ്റ് പറയുന്നത് ഗത്യന്തരമില്ലാതെ അവൾ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്നാണ്. ഇനി വരുന്ന തലമുറകളിൽ എങ്ങനെ അന്തസ്സോടെ കഷായം കിട്ടാൻ ആണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കിട്ടരുത് എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ പുരുഷ കമ്മീഷൻ പറയുന്നത്. 1 or 2 questions. ഭൂരിപക്ഷ വിഷയങ്ങളിലും പുരുഷന്മാരല്ലേ സംസ്ഥാനത്ത് വേട്ടയാടപ്പെടുകയും ചെയ്ത സ്ത്രീകളെതിരെയല്ലേ? പെൺകുട്ടി പ്രണയത്തിന്റെ ഭാഗമായി നിരസിക്കപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ കഴുത്തറപ്പ് കൊലപ്പെടുന്ന കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ പൊതുവെ എടുക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും പുരുഷന്മാരാണ് സ്ത്രീകളെ വേട്ടയാടുന്നത്. അങ്ങ് പറയുന്നതിന്റെ സ്പിരിറ്റിനോട് 99% യോജിച്ചുകൊണ്ട് കൃത്യമായൊരു മറുപടി. 99% യോജിക്കുന്നു. ആ കൊന്ന പുരുഷൻ അവൻ പ്രണയം കൊണ്ട് കൊന്നതാണെന്ന് ഞാൻ ന്യായീകരിക്കില്ല. തീർച്ചയായും കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന വിഷയത്തിൽ തർക്കമില്ല. അതോടൊപ്പം രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട NCRB ഡേറ്റ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡേറ്റ വിശ്വസിക്കാമല്ലോ. ആ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം നമ്മൾ പ്രസ് മീറ്റ് തുടങ്ങിയതിനു ശേഷം, അതായത് കഴിഞ്ഞ ഏകദേശം 20 or 25 മിനിറ്റിനുള്ളിൽ 6 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുമെന്നാണ് കണക്ക്. ഓരോ 11 മിനിറ്റിലുമാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. എന്റെ കണക്കല്ല, NCRBയുടെ കണക്കാണ്. നിങ്ങൾക്ക് പോയി ECI റെഫർ ചെയ്യാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 11 മിനിറ്റിലാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീ, 10:45 11 മിനിറ്റിലാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്.
ഓരോ 4.25 മിനിറ്റിലാണ് അല്ലെങ്കിൽ 4.25 മിനിറ്റിലാണ് ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തത്. അതായത് സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്കിന്റെ ഏകദേശം 2.5 ഇരട്ടി നിരക്ക് പുരുഷന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് അവർക്ക് കൂടി ഒരു ഡിഫൻസ് വേണ്ടേ? അങ്ങ് പറഞ്ഞ ഈ പോയിന്റ് വളരെ ശരിയുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയാൽ, ഏഷ്യ നോർത്ത് ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലേക്ക് പോയ സ്ത്രീകളാണ് ഇന്നും സോഷ്യലി ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ, സാമൂഹികരമായി പിന്നോക്ക അവസ്ഥ അല്ലെന്നൊന്നും ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണട ചിരിട്ടാക്കണ്ട. പക്ഷെ പുരുഷന്മാർക്ക് വരുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് ലഘൂകരിക്കപ്പെടണം. പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരിയാണ്, 90% സ്ത്രീകൾക്കാണ് പ്രശ്നം, അതുകൊണ്ട് 10% പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കണമെന്ന് പറയുന്നു. അവിടെയാണ് NCRB കണക്കുകൾ അടക്കം സൂചിപ്പിക്കുന്നത്, ഈ പുരുഷന്മാരുടെ ആത്മഹത്യകൾ അടക്കം സൂചിപ്പിക്കുന്നത് ഇതൊരു ഇഷ്യൂ ആണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, ഇതൊന്ന് അഡ്രസ് ചെയ്യണം. ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യും? ഈ ഇഷ്യൂ അഡ്രസ് ചെയ്യണമെങ്കിൽ പോലീസ്, കോടതി, നിയമ സംവിധാനങ്ങൾ അഡ്രസ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതൊന്നും എന്റെ കണക്കുകളല്ല, വെറുതെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ പ്രമുഖ മാധ്യമങ്ങളോ NCRB സ്റ്റാറ്റിസ്റ്റിക്സോ എടുത്തു നോക്കിയാൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സ്ത്രീകളുടെ 2.5 ഇരട്ടി പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ടാണ് ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്തു. ചിലതൊക്കെ ബഹുഭൂരിപക്ഷവും കുടുംബ പ്രശ്നങ്ങളാണ്, വ്യാജപരാതികളുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ. ഇത് അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം, അത്ര മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ 100% വേണം. അതുകൊണ്ടാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനം വളരെ നല്ലതാണ്. എനിക്കെതിരെയാണ് വനിതാ കമ്മീഷന്റെ നിലപാടെന്ന് എനിക്കറിയാം, പക്ഷേ സതീദേവി മാഡത്തിന്റെ പ്രവർത്തനം നല്ലതാണ്. യുവജന കമ്മീഷനിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ശ്രീ എം ഷാജർ വളരെ മനോഹരമായിട്ട് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ച് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അത് വായിക്കുകയും ചെയ്തു, പ്രഗത്ഭരാണ്. പക്ഷേ ഇതുപോലൊരു കമ്മീഷൻ മറുഭാഗത്തും വേണ്ടേ? അതായത് എവിടെ പോവും സാർ? എന്താ അങ്ങനെ ആലോചിച്ച് നോക്കുക, എവിടെ പോവും? ഞാൻ അഡ്വക്കേറ്റിനും കൂടി ആയതുകൊണ്ട് പറയാം, അഡ്വക്കേറ്റ്സും കോടതിയും ഒക്കെ പറഞ്ഞു പോലും അതെ, ഇത് വളരെ വിശ്വാസ്യതയുള്ള സംവിധാനമാണ്. ഒരുപാട് കാശ്, ഒരുപാട് സമയം. നമ്മുടെ നാട്ടിൽ ഓൾറെഡി കോടതികൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മനുഷ്യാവകാശ കമ്മീഷൻ? ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വനിതാ കമ്മീഷൻ? അത് വേണമെന്ന അർത്ഥത്തിലാണ്. കാര്യം സ്പീഡി ജസ്റ്റിസ്, ഫ്രണ്ട്ലി ജസ്റ്റിസ്, ഇതാണ് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ നൽകുന്നത്. അത് പുരുഷന്മാർക്കും അർഹതയില്ലേ? അപ്പോൾ കൂടുതൽ അവന്യൂസ് ഓഫ് ജസ്റ്റിസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മുമ്പും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് ഉദ്ദേശമാണ് പറഞ്ഞത്. നിവിൻ പോളിക്കും ഉമ്മൻചാണ്ടിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും ഒന്നും കിട്ടാത്ത ന്യായം ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇപ്പോഴും ഒരു സംശയത്തിന്റെ നിലയിലാണ്. 1-2 നാഷണൽ മീഡിയ ഞങ്ങളുടെ ഈ വിഷയം കവർ ചെയ്ത് എനിക്ക് വിഷമം തോന്നി. എൽദോസിനോട് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പൊ അവർ ആദ്യം പറയുന്ന കുത്തുവാക്കാണ്, റേപ്പ് അക്യൂസ്ഡ് MLA പ്രപ്പോസസ് മെൻസ് കമ്മീഷൻ ബിൽ. പുള്ളിയെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞില്ല, പുള്ളിക്ക് അനുകൂലമാണ് കോടതിയുടെ വിധിയല്ല. പക്ഷെ എന്താ എൽദോസിന്റെ വിശേഷണം? മുമ്പ് സെക്ഷുവൽ കേസിൽ അക്യൂസ്ഡ് ആയ എൽദോസ് ആണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരാളെ വിശേഷിപ്പിക്കേണ്ടത്. കോടതി കുറ്റക്കാരൻ. നീ ഇത് പറഞ്ഞിരിക്കുന്ന 1-2 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് ഒരു വരി 2-3 ഈസിയായ കാര്യങ്ങളാണ്, മാധ്യമങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പരാതി വന്നു കഴിഞ്ഞാൽ പരാതിക്കാരിയും ആരോപിതനുമാണ്, കംപ്ലൈന്റന്റും അക്യൂസ്ഡുമാണ്. അങ്ങനെ നിങ്ങൾ വിളിക്കണ്ട. പരാതിക്കാരിയെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തി ഇരാന്ന് വിളിച്ചോളൂ. പക്ഷേ മറുഭാഗത്തെ പുരുഷനെ വേട്ടക്കാരൻ എന്ന് വിളിക്കരുത്, കോടതി വിധി വരുന്നത് വരെ. അതായത് പരാതി നൽകുന്ന ഒരുപാട് പേര് വ്യാജ പരാതിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അവരെ ഇരാന്ന് വിളിച്ചോളൂ. പക്ഷെ മറുഭാഗത്ത് അക്യൂസ്ഡ് എന്ന് വിളിക്കുക, വേട്ടക്കാരെന്ന് വിളിക്കാതിരിക്കുക. 2, കോടതി വിധി വരുന്നത് വരെ പുരുഷന്റെ ഐഡന്റിറ്റിയോ പുരുഷന്റെ പേരോ കൊടുക്കാതിരിക്കുക. അത് ഞങ്ങൾ ഡയല്യൂട്ട് ചെയ്ത് പറഞ്ഞു. കോടതി പ്രഥമ ദൃഷ്ടിയാ കേസ് നിൽക്കുമെന്ന് പറയാതെ ഒരിക്കലും പുരുഷന്റെ ഐഡന്റിറ്റിയും മറ്റും ഡിസ്ക്ലോസ് ചെയ്തത്. സെപ്റ്റംബർ 10, 2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്, അക്യൂസ്ഡിനും റൈറ്റ് ടു പ്രിവസി ഉണ്ട്. എന്താ അറിയാമോ, നിങ്ങളെയും മാധ്യമങ്ങളെയും നിയമത്തെയും ഒക്കെ ഈ നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി പല സ്ത്രീകളും മിസ്യൂസ് ചെയ്യുകയാണ്. വെറുതെ വലിയൊരാളുടെ പേര് പറഞ്ഞ ഈസിയാണ്. 71 വയസ്സായില്ലേ ബാലേന്ദ്രൻ സാറിന്? ഈ പ്രായത്തിലല്ലേ ആ സ്ത്രീ അടുത്തൊരു വ്യാജ ആരോപണം ഉന്നയിച്ചത്? എന്നിട്ട് കോടതി പറഞ്ഞ എന്താ? ആണുങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ അർഹതയുണ്ട്. ശ്രീ ജയസൂര്യക്കെതിരെ, ശ്രീ ബാലേന്ദ്രനെതിരെ, ശ്രീ ഇടവേള ബാബുവിനെതിരെ, മരിച്ചുപോയ മാമുക്കോയ്ക്കെതിരെ അടക്കം എത്ര പേർക്കെതിരെ, അല്ലെങ്കിൽ ശ്രീ മുകേഷിനെതിരെ പെട്ടെന്നാരാ ഇത് പറയാൻ ബാക്കി ആരുമില്ല, എല്ലാവർക്കെതിരെ. എന്തുകൊണ്ടാ? ഇവർ ഈസി ആയിട്ട് ഇവർക്കൊരു എക്സ്റ്റോർഷൻ ആണ്. ഒന്നെങ്കിൽ കാശ് കൊടുത്ത് എക്സ്റ്റോർഷൻ, അല്ലെങ്കിൽ അവരുടെ ഫെയിം, അല്ലെങ്കിൽ അവരുടെ പ്രതികാരം. ഇതല്ലേ പലപ്പോഴും സംഭവിക്കും. ഇതല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടെ? ഇത് കണ്ടറിഞ്ഞൂടെ? ഇത് പലപ്പോഴും സംഭവിക്കുന്നത് മീഡിയക്കാർ ഇവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന ധാരണയിലാണ്. അപ്പൊ നമ്മൾ രഞ്ജിത്ത് സാറിന്റെ കേസിൽ കർണാടക ഹൈക്കോടതി പറഞ്ഞത് എന്താ? രഞ്ജിത്ത് സാറിനെതിരെ ഈ അവസരം മുതലാക്കി ഒരു പുരുഷനും വന്നിരുന്നു. എന്റെ ന്യൂഡ് ചിത്രങ്ങൾ ഇദ്ദേഹം എടുത്ത് രേവതി മാഡത്തിന് അയച്ചു കൊടുത്തു. ചുമ്മാ രേവതിയെ കൂടെ പിടിച്ചിട്ടു. എന്നാൽ വലിയ ആൾക്കാരുടെ പേര് പറഞ്ഞാലല്ലേ ഇതിനൊരു ഗുമ്മുള്ളൂ.
അപ്പോ അവസാനം കോടതി കണ്ടെത്തി അറിയാമോ, 2015 ഈ ഹോട്ടൽ തുടങ്ങിയത്. ഈ ഹോട്ടലിൽ വെച്ചാണ് 2012 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവൻ കേസ് കൊടുത്തത്. കർണാടക ഹൈക്കോടതിയുടെ വിധി ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് കേസ്. വ്യാജ കേസിന്റെ ക്ലാസിക് ഉദാഹരണമെന്നാണ്. ഇതൊന്നും നമ്മൾ പറയണതല്ല, ഇതെല്ലാം കോടതികൾ പറയുന്നതാണ്. കാര്യം 2015 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് എന്തായാലും 2012 പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ. സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഇവർ കൂടിയിരിക്കും, അവന്റെ അഡ്വക്കേറ്റിനോടും കാണാം നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാം, എന്നിട്ട് മീഡിയക്കാരെ വിളിച്ച് പറയാം, എന്നിട്ട് അവിടെ താജ് പണ്ടേറ്റ ഹോട്ടലാണല്ലോ താജ് എന്ന് പറയാം. എന്നാൽ അവൻ ഗൂഗിളിൽ കയറി നോക്കുന്ന പോലും ഈ താജ് എന്നാണ് തുടങ്ങിയത്. അത്രമാത്രം ഫ്രിവിലസ് ആയ കംപ്ലൈന്റ്സ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് 2012 എന്നെ ഈ 2015 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു. അതെന്തായാലും സംഭവ്യമല്ലല്ലോ, അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഈ നിവിൻ പോളി കൊച്ചിയിലായിരുന്നു എന്ന് തെളിഞ്ഞല്ലോ. നമ്മുടെ ധ്യാന്റെ സിനിമയ്ക്ക് വേണ്ടി നിവിൻ പോളി കൊച്ചിയിൽ ഷൂട്ടിംഗ് ആയിരുന്നു, ദുബായിൽ നിന്ന് വന്നു. ആ പെൺകുട്ടിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് എന്താ, ഇങ്ങനെ ഡിസംബർ 14, 15 എന്നെ റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടി ഒരു ഉളുപ്പുമില്ലാതെ പറയാണ്, അത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ്, ഡേറ്റ് മാറിപ്പോയതാണ്. മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞാണ്, ഉറക്കപ്പിച്ചിൽ പറഞ്ഞവൻ ഡേറ്റ് മാറിപ്പോയതാണ്. പറയുന്നതിന് ഒരു മര്യാദ വേണ്ട. അവസരങ്ങൾക്ക് വേണ്ടി സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നില്ല പറയാൻ കഴിയും. അവർ ചിലപ്പോൾ അവസരം കിട്ടാൻ വേണ്ടി അവർ മറ്റുപല കാര്യങ്ങൾക്കും വിധേയമാകുന്നുണ്ടാവും. അപ്പൊ അതില്ല എന്ന് പറയാൻ. സർ, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് 100%. കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാകണം. അവിടെയാണ് ഹേമ കമ്മിറ്റി ശക്തമായി വരണം. ഹേമ കമ്മിറ്റി മുമ്പോട്ട് പറഞ്ഞ, ഞാൻ സജി ചെറിയാൻ സാറിന്റെ എന്താ പറയുക പാർട്ടിക്കാരനല്ല, പക്ഷെ സജി ചെറിയാൻ സാർ പറഞ്ഞ പോലെ സിനിമയിൽ കോൺക്ലേവ് വേണം, നിയമ നടപടികൾ വേണം, കമ്മിറ്റി വേണം. ഈ എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം. അതിന് സംശയമില്ല. ഒരു ചോദ്യം കൂടെ നിർത്താം, പറയണം സാർ. ബഹുമാന ഇതിന് ഞങ്ങൾക്ക് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ മോഡലിൽ ബാക്കി എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും എത്തിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടടക്കം ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ചില ഭാഗങ്ങളിൽ നിന്ന് ശ്രമം നടത്തി. അപ്പൊ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് അവർ പറയുന്നത്, സ്ത്രീയെ വാക്കിലും നോക്കിലും അപമാനിക്കാൻ പാടില്ല. അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ നിലപാടാണ് ഞങ്ങളോട് റെസ്പോൺസ് ആയി പറഞ്ഞത്. ഞങ്ങളപ്പോ തിരിച്ചു ചോദിച്ചു, പുരുഷനെ അപ്പം വാക്കിലും നോക്കിലും വ്യാജ കേസിലൂടെ ഒക്കെ വേദനിപ്പിച്ചാലോ? അപ്പൊ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിലപാട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അദ്ദേഹം ഇപ്പോ ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ, ഗോവിന്ദ മാഷ് മുകേഷിന്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എല്ലാവരുടെയും കാര്യത്തിൽ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.